So, good morning, students. Welcome back to the class. Okay. All of you had your breakfast, isn't it? Yeah. So, do you remember what we learned in the last class? Where did we reach now? നമ്മൾ എവിടെ എത്തി ഇപ്പോ? വല്ല ഓർമ്മയുണ്ടോ? Yeah. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോമിക്ക് വേ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ? റോമിക്ക് എല്ലാരും വേ കാണിച്ചു കൊടുത്തായിരുന്നോ റോമിക്ക്? യെസ്. റോമിക്ക് എല്ലാവരും വേ കാണിച്ചു കൊടുത്തു അല്ലേ? യെസ്, ഗുഡ്. ഇനി നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അടുത്ത പേജ് എടുത്ത് എഴുതുമല്ലോ. ഈ പേജ് കണ്ടോ നിങ്ങള്? എല്ലാവരും എടുത്തോ ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ്? അപ്പൊ എന്താ ഇവിടെ പറയുന്നതെന്നറിയോ? Say the names of the pictures. Pick the picture whose name begins with the letter in the box. അപ്പോ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്ഷരവും കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മുടെ ഓരോ ആൽഫബറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആ ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരുടെ പേരാണോ ആ പേരിന് നേരെ നമ്മൾ ടിക്ക് ചെയ്യും അല്ലെ? നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ആൽഫബറ്റ് വെച്ചാ? നിങ്ങൾക്ക് അറിയത്തില്ലേ? ഫിയോണ. ഫിയോണയുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് മുതൽ അല്ലെ? എഫ് തൊട്ടാണ്. ലക്ഷ്മിയുടെ എൽ ആണ്. നേജലിന്റെ എൻ ആണ് അല്ലെ? അപ്പൊ അതുപോലെ ഈ പിക്ചറിൽ കാണുന്ന കുറച്ച് ആൾക്കാരില്ലേ? ഓക്കെ. ഈ പിക്ചറിൽ കാണുന്ന കുറച്ച് ആൾക്കാര് അവരുടെ പേരുകള് ഈ ആൽഫബറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ടിക്കറ്റ് കൊടുക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാ അല്ലെ? വളരെ ഈസിയാണ്. ഫസ്റ്റ് വൺ ക്യൂ അല്ലെ? ആൽഫബറ്റ് ക്യൂ. ആൽഫബറ്റ് ക്യൂ എഴുതാൻ എല്ലാവർക്കും അറിയത്തില്ലേ മക്കളെ? അറിയാമോ? നമ്മുടെ അടുത്ത് എന്ത് വേണം? നമ്മുടെ നോട്ട്ബുക്കും വേണം കേട്ടോ. നമ്മുടെ നോട്ട്ബുക്ക് എടുത്തേ എല്ലാവരും. നമ്മുടെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്ക് എടുത്തോ. എന്നിട്ട് ആദ്യം ചെയ്യേണ്ട വർക്ക് എന്നാന്നറിയാവോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും ഇന്ന് ആദ്യം ഒരു വർക്ക് ചെയ്യണം. എന്താന്നറിയാവോ? ഇന്നത്തെ ഡേറ്റ് ഇടണം. ഇന്നത്തെ ഡേറ്റ് ഏതാ? 6-ാം തീയതി എന്നല്ലേ? 6 അല്ലേ? 6-7 അല്ലേ? 6-7-20. ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഭാഗത്ത് ഇവിടെയും എഴുതുക. അതുപോലെ തന്നെ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന സ്ഥലത്ത് അവിടെയും ഇന്നത്തെ ഡേറ്റ് ഇടണം. ഡേറ്റ് എഴുതാൻ അറിയത്തില്ലേ? 6 ഇട്ടിട്ട് ഒരു വര ഇങ്ങനെ ഇടുക. ടീച്ചർ എഴുതി കാണിച്ചുതരാം. 6-7-20. ഇത് കണ്ടോ? ടീച്ചർ എഴുതുന്നുണ്ടോ? ഇതുപോലെ എഴുതും ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ നോട്ട് ബുക്കിലും. അതെന്തിനാന്ന് അറിയോ മക്കളെ? നമുക്ക് പെട്ടെന്ന് 2 ദിവസം കഴിയുമ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് നമുക്ക് നോക്കണമെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിയാല് അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ബുക്ക് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? 6-ാം തീയതിയിലത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയുള്ള എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിലും ടീച്ചർ പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യണം? ഡേറ്റ് ഇടണം കേട്ടോ. അപ്പോ നമ്മൾ എല്ലാവരും ഇന്നത്തെ ഡേറ്റ് ഇട്ടു അല്ലേ?
യെസ്. ഡേറ്റ് ഇട്ട് കഴിഞ്ഞെങ്കിൽ പെൻസിൽ താഴെ വെച്ചോ. ഇനി കൈ പെൻസിൽ പിടിക്കുക. ടീച്ചർ പറയുമ്പോൾ എടുത്താൽ മതി. പെൻസിൽ താഴെ വെക്കുക. എന്നിട്ട് ഇത് കൈ കെട്ടിയിരുന്നേ സ്ട്രെയിറ്റ് ആയിട്ട്. ഹോൾഡ് യുവർ ഹാൻഡ്സ്. കൈ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ കൈ കെട്ടിയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കണം. ഗുഡ്. അപ്പൊ ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് എന്തെന്നറിയോ? ടീച്ചർ പറഞ്ഞു നമുക്കെല്ലാം ക്യൂ എഴുതാൻ അറിയാം അല്ലേ? ക്യൂ എഴുതാൻ അറിയത്തില്ല എല്ലാവർക്കും? അറിയാവോ? ക്യൂ എഴുതാൻ നമുക്ക് അല്ലേ? അപ്പൊ നമ്മൾ ആ പിക്ചറിൽ ഒന്ന് നോക്കിക്കേ. ക്യൂ കൂട്ടി പേര് തുടങ്ങുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോന്ന്? അവിടെ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവര് അല്ലേ? It is done for us. So we learned that Q for queen. അല്ലേ? നമ്മൾ പഠിച്ചില്ലായിരുന്ന Q for queen നമ്മൾ പഠിച്ചു അല്ലേ? യെസ്. അവരവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? അവരവിടെ ശരിയിട്ട് വെച്ചിരുന്നുണ്ട് ക്യൂവിന്റെ നേരെ. നിങ്ങളിപ്പോ അവിടെ ഒന്നും ചെയ്യണ്ട. അവര് നമുക്ക് വേണ്ടി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മുതലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിപ്പോ ഒരു വർക്ക് കൂടെ ചെയ്യാണ്. ടീച്ചർ പറഞ്ഞില്ലേ നോട്ട്ബുക്ക് എടുത്തുണ്ടല്ലോ. പെൻസിൽ എടുത്തു. പെൻസിൽ നിലത്ത് വെക്കാൻ ടീച്ചർ പറഞ്ഞായിരുന്നു. ഇപ്പൊ എല്ലാരും പെൻസിൽ എടുത്തു. നോട്ട്ബുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ നോട്ട്ബുക്ക് ആരും കുത്തി വരയ്ക്കൊന്നും ചെയ്തേക്കല്ലേ. നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മുടെ നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ടായിരുന്നോ? ഡേറ്റ് ഇടാത്ത കുട്ടികള് നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ടോ? ഇപ്പൊ തന്നെ നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ടോ? യെസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ക്യൂ എഴുതിക്കേ. ക്യാപിറ്റൽ ക്യൂ എഴുതി നോട്ട്ബുക്കിൽ. ക്യാപിറ്റൽ ക്യൂ. എങ്ങനെയാ ക്യാപിറ്റൽ ക്യൂ എഴുതുന്നേ? ക്യൂ ഉണ്ട് അല്ലേ? ക്യൂ ഉണ്ടോ? ക്യാപിറ്റൽ ക്യൂ എഴുതി. അപ്പൊ ക്യൂ ഫോർ എന്തായിരുന്നു? ക്വീൻ അല്ലേ? ഇനി നമ്മളവിടെ ക്യൂൻ എഴുതും. ക്യൂൻ എഴുതാൻ അറിയത്തില്ലേ? സ്പെല്ലിംഗ് പഠിച്ചായിരുന്നോ? നമ്മൾ പഠിച്ചതാ സ്പെല്ലിംഗ്. ടീച്ചർ പഠിക്കാൻ പറഞ്ഞായിരുന്നു സ്പെല്ലിംഗ്. ക്യൂൻ എഴുതാൻ. ക്യൂ യു ക്വീൻ. Q for queen. Okay, എഴുതണേ. സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കല്ലേ. Don't make spelling mistakes. Look at the screen and write. Handwriting should be very neat. അല്ലേ? ആൽഫബറ്റ്സ് എഴുതുമ്പോ 4-line കോപ്പിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോ ആ വരയിലൊക്കെ മുട്ടിച്ച് അതിന് പുറത്തൊന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് എഴുതണം. എഴുതിയില്ലേ? ക്യൂ ക്യൂ ക്യൂൻ. ക്യൂ ഫോർ ക്യൂൻ.
എഴുതിയില്ലേ മക്കളെ? ഭംഗിയായിട്ട് എഴുതണേ, ധൃതി വെച്ച് എഴുതി കൂട്ടരുത്. നല്ല ഭംഗിയില് ടേക്ക് ടൈം ആൻഡ് റൈറ്റ്. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. ഒരു പേജ് ഇപ്പൊ എഴുതരുത്, ഒറ്റ പ്രാവശ്യം എഴുതി വെക്കുക. ആദ്യത്തെ ലൈനില് ഒരൊറ്റ പ്രാവശ്യം എഴുതി വെച്ചോ. ആ പേജ് മൊത്തം അങ്ങനെ എഴുതരുത്, ഒരു ലൈനില്. ഇനി നമുക്ക് ഒരു അടുത്ത വാക്കും കൂടി ആ ലൈനിൽ തന്നെ എഴുതണം, കുറച്ച് സ്ഥലം വിട്ടിട്ട് കേട്ടോ. നോക്കുക, ഇത് നിങ്ങളുടെ നോട്ട്ബുക്ക് ആണെങ്കിൽ ക്യൂയിൻ ഇവിടം വരെ എഴുതിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തോട്ട് അടുത്ത വാക്ക് എഴുതണം. അപ്പൊ ഒരു പേജിൽ നമുക്ക് 3 വാക്ക് എഴുതാൻ ശരിക്കും, അല്ലേ? എഴുതത്തില്ലേ? 3 വാക്ക് എഴുതാം ഒരു പേജിൽ. ഇനി നിങ്ങൾക്ക് 3 വാക്ക് എഴുതാൻ ഒട്ടും ശരിയാവുന്നില്ലെങ്കിൽ 2 വാക്ക്, അല്ലെങ്കിൽ പരമാവധി 3 വാക്ക് നമുക്ക് എഴുതാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 3 വാക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 2 പേജ് എഴുതേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? നോട്ട്ബുക്കിന്റെ ആദ്യത്തെ ലൈനിൽ നമ്മൾ ഫസ്റ്റ് വൺ ക്യൂയിൻ എഴുതുന്നു. എന്നിട്ട് അല്ലേ, ബാക്കിയുള്ള സ്പേസിൽ അമ്മ എടുത്തുണ്ടെങ്കിൽ അമ്മയുടെ അവിടെ ഒരു വരയിട്ട് തരാൻ പറ. അത് എഴുതി കഴിഞ്ഞിട്ട് അവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാല് ഒറ്റ പ്രാവശ്യം എഴുതണ്ടു ഇപ്പൊ കേട്ടോ. അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മൊത്തം എഴുതാം. അത് കഴിഞ്ഞ് അടുത്ത വാക്കും കൂടി എഴുതാം. എഴുതിയോ എല്ലാവരും? ഒന്ന് ടീച്ചറിനെ കാണിക്കാമോ? ഒന്ന് പൊക്കി ആ സ്ക്രീനിൽ ഒന്ന് കാണിച്ച ടീച്ചറിനെ ഒരു പ്രാവശ്യം ഇപ്പൊ എഴുതി എങ്ങനെ എഴുതിയെന്ന് നോക്കട്ടെ. യെസ്, ഓക്കെ. ടീച്ചർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 വാക്ക് എഴുതിയാൽ മതി നിങ്ങളുടെ പേജിൽ. ഓക്കെ, 2 വാക്ക് എഴുതാനേ പറ്റത്തുള്ളൂ. ടീച്ചർ പറഞ്ഞ പോലെ ചെയ്തു കേട്ടോ. നല്ല മക്കളാണ്. ഇനി രണ്ടാമത്തത് നോക്കിക്കേ മക്കളെ. എന്തായിരുന്നു രണ്ടാമത്തത്? എച്ച് അല്ലേ? എച്ച് കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? നമ്മൾ H4 എന്താണ് നമ്മൾ പഠിച്ചത്? എച്ച് കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? ഇനി അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഹൗസ്. യെസ്, നിങ്ങൾ പറഞ്ഞു ഓൾറെഡി. ഹൗസ്. മിടുക്ക കുട്ടികളാണ് നിങ്ങൾ. H4 ഹൗസ്. ഹൗസിന്റെ സ്പെല്ലിംഗ് പഠിച്ചായിരുന്നോ? സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആരാ ഡ്രോ ചെയ്യുന്ന? ആരാ മക്കളെ? H4 എന്തുവാ? എന്താ പഠിച്ചേ? ഹൗസ് അല്ലേ? ഹൗസിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? HOUSE, ഹൗസ്. കണ്ടോ? ആദ്യം നമ്മൾ ക്യാപിറ്റൽ H എഴുതുന്നു, ഒരു വരയിടുന്നു, പിന്നെ നമ്മൾ സ്മോൾ h എഴുതി ഹൗസിന്റെ സ്പെല്ലിംഗ് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പൊ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? എന്താ? നമ്മൾ ക്യാപിറ്റലും പഠിക്കുന്നുണ്ട്, സ്മോളും പഠിക്കുന്നുണ്ട് അല്ലേ? എഴുതിക്കോ. H for house. House. പറഞ്ഞെഴുതിക്കേ സ്പെല്ലിംഗ്. HOUSE. ഹൗസ്. സ്പെല്ലിംഗ് പഠിക്കണേ. HOUSE. ഹൗസ്. H for house. HOUSE. House.
എല്ലാ മക്കളും എഴുതിയോ? H for house. HOUSE, house. എല്ലാരും എഴുതിയോ മക്കളെ? യെസ്, എഴുതി. ഒന്ന് കാണിച്ച ടീച്ചറിനെ എഴുതിയത് ഇപ്പൊ എഴുതിയ ടീച്ചറിനെ ഒന്ന് കാണിച്ചു തന്നേ. ഒരു ലൈനില് 2 വാക്ക് എഴുതി നമ്മളല്ലേ? യെസ്, ഒരു ലൈനില് 2 വാക്ക്. ജിയോണയുടെ നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ടിട്ടില്ലേ മോളെ? ഡേറ്റ് ഇട്ടില്ലേ? ജിയോണ ഡേറ്റ് എഴുതിയില്ലേ? എഴുതി. ഡേറ്റ് ഉണ്ടാവണേ. ഓക്കെ, യെസ്. ബുക്ക് താഴെ വെച്ചോ, നോട്ട്ബുക്ക് താഴെ വെച്ചോ. ഇനി അതിന്റെ ബാക്കിയുള്ള ലൈൻസ് ഇല്ലേ, നമ്മളിപ്പോ ഒരു വരിയിലല്ലേ എഴുതിയിട്ടുള്ളൂ, താഴെയുള്ള സ്ഥലങ്ങളില്ലേ, അവിടെ ക്ലാസ് കഴിയുമ്പോ ആ പേജ് മൊത്തം എഴുതണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു ലൈനിലേ എഴുതിയിട്ടുള്ളൂ, താഴോട്ടിന് സ്ഥലമുണ്ട്. അപ്പൊ ആ മൊത്തം ഈ ക്ലാസ് കഴിയുമ്പോ ആ പേജ് മൊത്തം എഴുതി തീർക്കും കേട്ടോ. ഇനി നിങ്ങൾ അടുത്ത പേജ് എടുത്തേ, നോട്ട്ബുക്കിന്റെ അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. ഇപ്പൊ എഴുതിയ പേജ് അല്ല, അടുത്ത പേജ് എടുക്കണം കേട്ടോ. പുതിയൊരു പേജ് എടുക്ക്. ഇപ്പൊ നമ്മൾ എഴുതിയ ഹൗസും ക്യൂനും അത് നമുക്ക് ഒരു പേജ് മൊത്തം എഴുതണം. ഇനി ഒരു പുതിയ പേജ് എടുത്തേ. 2 വാക്കും കൂടെ നമുക്ക് പഠിക്കണം. ഒരു ദിവസം 4 വാക്ക് പഠിക്കാം കേട്ടോ. പുതിയ പേജ് എടുത്തോ. പുതിയ പേജ് എടുത്തെങ്കിൽ അവിടെയും കൂടെ ആദ്യം ഇന്നത്തെ ഡേറ്റ് ഇട്ടോ. ഓക്കെ, പുതിയ പേജ് എടുത്തിട്ട് അവിടെയും കൂടെ ആദ്യം ഇന്നത്തെ ഡേറ്റ് എഴുതണേ. ഗൗരി നന്ദ മോള് എവിടെ ഇരിക്കുന്നേ? കൊട ചൂടിയിട്ടുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ ഒന്ന്. ഗൗരി നന്ദ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇതെന്ത് പുറത്താണോ ഇരിക്കുന്നേ? റേഞ്ചിന്റെ കുഴപ്പമുള്ളതുകൊണ്ടാണോ? റേഞ്ച് കുറവാ മിസ്സേ. അയ്യോ, മഴ പെയ്യുന്നുണ്ടോ? കൊട ചൂടി നിൽക്കുന്ന കാണുന്നു. മഴയില്ല, വെയിലാ, ഭയങ്കര ചൂടുണ്ട്. വെയിലായിട്ടാണോ? എന്നാ കുഴപ്പമില്ല. ഞാൻ ഓർത്തു മഴയാണോന്ന് ഓർത്തു. സാരില്ല കേട്ടോ. ഉണ്ടോ കഴിയുന്നുണ്ട്? അമ്മ എന്തോരെ കഷ്ടപ്പെടുന്നതല്ലേ? അമ്മ മോടെ ക്ലാസ് കഴിയുന്നിടം വരെ പാവം അമ്മ വെയിലും കൊട ചൂടി പിടിച്ചു തരുവാ. അപ്പൊ മക്കളെ പുതിയ പേജ് എടുത്തു, നമ്മൾ ഡേറ്റ് എഴുതിയില്ലേ? ഡേറ്റ് എഴുതിയല്ലോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, അടുത്തത് എന്താന്ന് നോക്കിക്കേ. പി അല്ലേ? ആൽഫബറ്റ് പി. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാ? പി ഫോർ പെൻസിൽ അല്ലേ? നമ്മൾ പെൻസിൽ പഠിച്ചു, പെൻസിൽ. പി ഫോർ പെൻസിൽ. അപ്പോ പുതിയ പേജിലാണ് എഴുതേണ്ടത്. യെസ്, നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെ ആദ്യം ക്യാപിറ്റൽ പി എഴുതുക. ക്യാപിറ്റൽ പി എഴുതി, എന്നിട്ടോ പെൻസിൽ എഴുതുക. പെൻസിൽ, പെൻസിൽ. പി ഫോർ പെൻസിൽ. ഭംഗിയായിട്ട് എഴുതണം കേട്ടോ മക്കളെ. ധൃതി പിടിച്ച് എഴുതി തീർക്കരുത്. ഭംഗിയായിട്ട് ഇനി ബാക്കി വർക്ക് ചെയ്യുമ്പോഴും സാവകാശം ഇരുന്ന് എഴുതി ഭംഗിയായിട്ട് എഴുതണേ.
ഈ ക്ലാസ് കഴിയുന്ന പാടെ എഴുതണം കേട്ടോ പേജ്. എന്നിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടണേ കേട്ടോ. എണീറ്റ് പോയിട്ട് ഇനി വൈകുന്നേരത്തേക്കൊന്നും ഹോംവർക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഈ ക്ലാസ് കഴിയുന്ന പാടെ ഹോംവർക്ക് ചെയ്തോട്ടോ. ഇനിയിപ്പോ ഒന്നും അടുത്ത ക്ലാസ് ഇല്ലല്ലോ. ഉണ്ടോ അടുത്ത ക്ലാസ് പെട്ടെന്ന്? ഓക്കെ. പി പെൻസിൽ എഴുതി. എല്ലാവരും എഴുതിയില്ലേ? എഴുതിയില്ലേ മക്കളെ? എഴുതിയില്ലേ ഗോഡ്വിന്? ഗോഡ്വിൻ എഴുതിയില്ലേ മോനെ? യെസ് എഴുതി. ഗുഡ്. യെസ് കാണിച്ചു. മക്കൾ എല്ലാ ടീച്ചറിനെ ഒന്ന് കാണിച്ചു തന്നെ പുസ്തകം, നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചു തന്നെ. അടുത്ത വാക്കും കൂടി എഴുതാനുള്ള സ്ഥലം ആ ലൈനിലില്ലേ? ഭാവിക താഴെയാണോ എഴുതിയത്? ടീച്ചർ എങ്ങനെയാ പറഞ്ഞേ? ഒരു വാക്ക് എഴുതിയിട്ട് സ്ഥലം വിടണം അല്ലെ? അടുത്ത വാക്കും കൂടി എഴുതാൻ ഒരു പേജില് 2 വാക്ക് മതി. യെസ്, അയോൺ സാബിൻ കറക്റ്റ്. അയോൺ സാബിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഭാവിക മോളെ ഇപ്പൊ അങ്ങനെ എഴുതിയ കുഴപ്പമില്ല. ക്ലാസ് കഴിയുമ്പോ മോള് ഒരു പുതിയ പേജില് എന്താണ് ആദ്യം നമ്മൾ പഠിച്ച ഏതൊക്കെയാ ക്യൂനും ഹൗസും അത് ഒരു പേജില് താഴെ എഴുതുക. ഓക്കെ. പിന്നെ അടുത്ത പേജിൽ നമ്മൾ പെൻസിൽ എഴുതി. അടുത്തത് ഏതായിരുന്നു? അടുത്ത അക്ഷരം ഏതാന്ന് കണ്ടോ? ആൽഫബറ്റ് ഏതാ? എസ് അല്ലേ? എസ് ഫോർ സൺ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എസ് എഴുതാം. ഇങ്ങനെ എസ് എഴുതണ്ടേ? എസ് എഴുതാൻ അറിയാലേ ക്രിസ്റ്റി? എസ് ഫോർ എന്താണ് നമ്മൾ പഠിച്ചത്? സൺ അല്ലേ? സൺ. SUN സൺ. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതിയേ. ക്ലാസ് കഴിയുമ്പോ ആ പേജ് നിറച്ചെഴുതണം. എല്ലാരും എഴുതിയില്ലേ മക്കളെ? യെസ്. അപ്പൊ ഹോംവർക്ക് ടീച്ചർ പറഞ്ഞ എന്താണ്? ആ 2 പേജ് ഉണ്ട് ഇപ്പൊ അല്ലേ? 4 വാക്കുകൾ. അപ്പൊ ആ 2 പേജ് നിറച്ചെഴുതുക കേട്ടോ. എന്നിട്ട് ഫോട്ടോ എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും? ഇനിയിപ്പോ ഒരു കാര്യം, ഓക്കെ. നെക്സ്റ്റ് ടീച്ചർ ഒന്ന് പേര് വിളിക്കാവേ. ടീച്ചർ ആരുടെയും പേര് വിളിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് കൈവക്കി കാണിക്കണം കേട്ടോ മക്കള്. സാഹിൽ ഉണ്ടല്ലോ അല്ലേ? സാഹിൽ. ഷമീൽ ഉണ്ട്. ഓക്കെ ഓക്കെ മോനെ കണ്ടു. ഭാവികയുണ്ട്. ഇഷാൻ PK. അഹാസ് ഉണ്ട് അല്ലേ? അഹാസ് മുഹമ്മദ്.
ക്രിസ്റ്റി ഉണ്ട്, സിയാൻ, സിയാൻ, യെസ് സിയാൻ ഉണ്ട്, ഭാവിക ഉണ്ട്, അയോൺ സാബിൻ, യെസ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുന്ന കേട്ടോ, നിങ്ങൾ ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ട്. അയോൺ സാബിൻ, യെസ് അയോൺ സാബിൻ ഉണ്ട്, ക്രിസ്റ്റോ ജോൺ സിജോബി, ക്രിസ്റ്റോ ജോൺ സിജോബി, യെസ് ക്രിസ്റ്റോ ജോൺ സിജോബി ഉണ്ട്, ഇഷാൻ, ഇഷാൻ ഉണ്ട്, പാർവണ, yes Parvana is there, Nahla Fatima, yes Nahla is there, Samajna, okay, Godwin is there, yes, Godinanda, okay, Shamil, okay, Devapriya, okay, Devapriya is there, Fiona Maria, okay. Fiona is there, Alon Joseph, no. Alon Joseph is there, Gion is there, Nigel is there, Lakshmi Abhilash is there, Alon is there, Diane is there, Avedya, yes Avedya is there, Abhirami Sajid, Abhirami Sajid is there, Muhammad Saad, Muhammad Saad is there, yes, is there, Shamil Mukhia, Anaya Rose is there, okay, Anna Grace is there, Jessel Binu Aaron, ഇന്നത് ജസൽ ബിനു ആണോ ആരോൺ ആണോ, ആരാ മോനെ ക്ലാസ്സിൽ, രണ്ടുപേരും ഈ ക്ലാസ്സിൽ തന്നെയാണോ? ജസലാണോ കൈപൊക്കിയേക്കുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ജസൽ ബിനു ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ മക്കളെ? രണ്ടുപേരും ഉണ്ട്. അതെയോ, ഓക്കെ ജസ്റ്റ് രണ്ടും ബ്രദേഴ്സാ രണ്ടുപേരും? അല്ല അല്ല, അടുത്ത അടുത്തുള്ളത് അല്ലേ? ബന്ധുക്കളാ, ബന്ധുക്കളാ, ബന്ധുക്കളാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, ജസലുണ്ട്, ആരോണുണ്ട്, ഓക്കെ രണ്ടുപേരും. നൈജൽ ഇസ് ദേർ, ഓക്കെ, ജിയോണ, അവിനാഷ് പ്രകാശ് ഉണ്ട്, അമിന ഫാത്തിമ, ഓക്കെ, വൈഷ്ണവ്, വൈഷ്ണവേ എഴുതുന്നുണ്ടോ വൈഷ്ണവേ? ജിയോ ഉണ്ട്, ഓക്കെ, നസീം ഇസ് ഓക്കെ, ജസ്വിൻ ഓക്കെ, മസ്ലോബ ഓക്കെ, എഡ്വിൻ. എല്ലാവരുടെയും പേര് ടീച്ചർ വായിച്ചില്ലേ, കേട്ടില്ലേ? ഇനി ആരുടെയെങ്കിലും പേര് ടീച്ചർ വായിക്കാത്തോണ്ടോ മക്കളെ? എല്ലാവരുടെയും പേര് വിളിച്ചു അല്ലേ? യെസ്. അപ്പോ മക്കളെല്ലാവരും ക്ലാസ് കഴിയുന്ന പാടെ പെട്ടെന്ന് എഴുതണേ. ഇന്ന് തന്നെ എഴുതി ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. വൈകുന്നേരം ഒന്നും ആവാൻ നിൽക്കണ്ട, വേഗം മിടുക്കന്മാര് പിള്ളേരാണെങ്കിൽ ഉണ്ടല്ലോ ക്ലാസ് കഴിയുന്ന പാടെ ഇരുന്ന് പിന്നത്തേക്കൊന്നും വെക്കാതെ ഇപ്പൊ തന്നെ ഇരുന്ന് എഴുതി വേഗം ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും. ടീച്ചർ നോക്കട്ടെ. എലോൺ ഉല്ലാസ് ഞാൻ വിളിച്ചു കേട്ടോ, ഞാൻ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്. എലോൺ ഉണ്ട്, ഓക്കെ. അഭിരാമി സജിത്ത് ഓൾസോ ഇസ് ദേർ ഉണ്ട്. അവരുടെയൊക്കെ പേര് ഞാൻ ആദ്യേ ടിക്ക് ചെയ്തായിരുന്നു, നിങ്ങൾ എൻ്റർ ചെയ്തപ്പോഴേ ഉണ്ട്. അപ്പോ ടീച്ചർ പറഞ്ഞ എല്ലാവരും കേട്ടില്ലേ? നല്ല മക്കള് ക്ലാസ് കഴിയുന്ന പാടെ ഇവിടുന്ന് എഴുന്നേറ്റ് ഇപ്പൊ പോകാതെ പെട്ടെന്ന് തന്നെ എഴുതി ടീച്ചർക്ക് പോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നല്ല മക്കളായിട്ട് വേഗം എഴുതി പോസ്റ്റ് ചെയ്യണേ. വൈകുന്നേരത്തേക്കൊന്നും വെക്കണ്ട. വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല അല്ലെ, മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും, ആകെ ബുദ്ധിമുട്ടാവും. അപ്പോ ഇപ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് വേഗം തന്നെ അങ്ങ് എഴുതി പഠിച്ചു. ജിയോണ എന്താ ജിയോണേ? ജിയോണനെ ടീച്ചർ വിളിച്ചായിരുന്നു, ടീച്ചർ കണ്ടായിരുന്നു ജിയോണനെ കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒന്നും പേര് ടീച്ചർ എടുത്ത് വിളിച്ചിട്ടുണ്ടാവില്ല അല്ലേ മക്കളെ? അപ്പോ ആരും വിഷമമൊന്നും വിചാരിക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നേരിട്ടൊക്കെ കണ്ട് അല്ലെ എല്ലാവരുടെയും പേരൊക്കെ വിളിച്ച് നമുക്ക് പരിചയപ്പെടാം.
ഇപ്പൊ ടീച്ചർക്ക് എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് സമയം അത്രയല്ലേ ഉള്ളൂ, പാഠം തീർക്കണം അല്ലേ? അപ്പൊ എല്ലാരെയും വിളിക്കാൻ ടീച്ചർക്ക് പറ്റത്തില്ല. എല്ലാരും കാണുന്നുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്ന് കാണിക്കുന്ന എല്ലാ കുറുമ്പുകളും ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഗോഡ്വിനെ കസേരയിൽ ഇരുന്നേ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തീരാറായി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ കാര്യം ഹോംവർക്ക് ടീച്ചർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 വാക്കുകൾ എഴുതി പോസ്റ്റ് ചെയ്യാം. അമ്ന ഫാത്തിമ, എന്താ മോളെ അഡ്മിറ്റ് ചെയ്തേ? അമ്ന ഫാത്തിമ എന്തേ എന്റെ മോളു? ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അതെയോ? അപ്പൊ ഹോംവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ട്. ഹോംവർക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ പഠിച്ചതുണ്ടല്ലോ ക്യൂ, ഈ പേജ് ആണ് ക്യൂ. ക്യൂയിങ്, ക്യൂ ക്യാപിറ്റൽ ക്യൂ ആദ്യം എഴുതുക, എന്നിട്ട് ഒരു ചെറിയ വരയിട്ടിട്ട് ക്യൂയിങ് എഴുതുക. ആ പേജ് അവിടെ തന്നെ അതിന്റെ നേരെ എഴുതുക. എന്താ അടുത്തത്? എച്ച്, ക്യാപിറ്റൽ എച്ച് എഴുതി ഒരു കുഞ്ഞു വരയിട്ടിട്ട് ഹൗസ് എഴുതുക. ആ 2 വാക്കാണ് ആ ഒരു പേജിൽ എഴുതേണ്ടത്. ആ പേജ് മൊത്തം അത് എഴുതണം. പിന്നെ അടുത്ത പേജിൽ നമ്മൾ താഴത്തെ 2 പി ക്യാപിറ്റൽ എഴുതിയിട്ട് അതിന്റെ നേരെ പെൻസിൽ എന്ന് എഴുതണം. പിന്നെ നമ്മൾ എഴുതേണ്ടത് എസ് എന്ന് എഴുതി, എസ് ക്യാപിറ്റൽ എഴുതിയിട്ട് സൺ എന്ന് എഴുതണം. ഓക്കെ, സൺ എഴുതിയാലും സ്റ്റാർ എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പുറത്ത് സൺ എന്നല്ലേ പഠിച്ചത്. അപ്പൊ അതൊന്ന് നമുക്ക് അത്രയും കാര്യമുള്ള ഹോംവർക്ക് പറഞ്ഞത് കേട്ടോ. അതൊന്ന് ഇപ്പൊ തന്നെ കുഞ്ഞിനെ കൊണ്ട് എഴുതിപ്പിച്ചോ. കാരണം കുറച്ച് കഴിയുമ്പോ കുഞ്ഞു പിള്ളേരല്ലേ, അവര് മറന്നുപോവും, മടുത്തുപോവും അല്ലെ, ചിലപ്പോ ഉറങ്ങിപ്പോവും, അതൊക്കെ സംഭവിക്കും. അപ്പൊ ഇപ്പൊ ഇരിക്കുമെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് എഴുതിപ്പിച്ചു, എന്നിട്ട് പോസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ മക്കളെ, നമ്മുടെ സമയം തീർന്നു കേട്ടോ. മക്കളെല്ലാം നല്ല മക്കളായിട്ട് എല്ലാം എഴുതി ഈ സ്പെല്ലിംഗ് ഒന്ന് പഠിക്കുകയും കൂടെ ചെയ്യണേ കേട്ടോ. അടുത്ത ക്ലാസ് ടീച്ചർ ഒന്ന് ചോദിക്കും ഈ സ്പെല്ലിംഗ്. ഒന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ.